ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും പത്തനംതിട്ടയിലെ മുതിർന്ന CPIM നേതാവുമായ എ പത്മകുമാറിനെതിരെ നടപടി തീരുമാനിക്കാൻ നിർണായക പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിന് തുടക്കമായി. പത്മകുമാറിനെ പുറത്താക്കാൻ CPIM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തേക്കും. പാർട്ടി നടപടി വരാനിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എ പത്മകുമാർ രംഗത്ത് വരികയാണ്. ആത്മകഥയിലൂടെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നാണ് എ പത്മകുമാറിന്റെ വെല്ലുവിളി. അതിനു മുന്നോടിയായി ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിലെ ചില വിവരങ്ങൾ പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി. ശബരിമല മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ മന്ത്രി ഇടപെട്ട് കത്ത് നൽകിയെന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. താൻ നിർദ്ദേശിക്കുന്നയാളെ നിയമിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. ഇപ്പോൾ പേര് പറയുന്നില്ലെങ്കിലും ആത്മകഥയിൽ ഈ കത്തുൾപ്പെടെ പ്രസിദ്ധീകരിക്കുമെന്നും പത്മകുമാർ മുന്നറിയിപ്പ് നൽകി. ചില യുവതികളെ സന്നിധാനത്തെത്തിക്കാൻ MLA നേതൃത്വത്തിൽ ശ്രമം നടന്നു. ഇത് താൻ തടഞ്ഞെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. യുവതീ പ്രവേശന സമയത്ത് തിരുവനന്തപുരത്തേക്ക് ദേവസ്വം ബോർഡിന്റെ വാഹനത്തിലാണ് പോയത്. ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ അറിയാമെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഫോൺ കോളുകൾ പരിശോധിക്കാമെന്നും പത്മകുമാർ പറയുന്നു. അതിനിടെ പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ചർച്ച ചെയ്യാൻ നിർണായകമായ CPIM ജില്ലാ നേതൃയോഗം പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിന്റെയും സജി ചെറിയാന്റെയും നേതൃത്വത്തിലാണ് ജില്ലാ കമ്മിറ്റി. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ, ആത്മകഥ ഇതിലൊന്നും വീഴേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.